Hello everyone, welcome to another class. Today we are going to discuss the next topic in environmental psychology. So let's start. Human spatial behavior. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് human spatial behaviorനെ കുറിച്ചിട്ടാണ്. Psychologists have explored the issue of human spatial behavior under three main areas: personal space, territoriality, crowding. So ഈ മൂന്ന് ഏരിയയിലാണ് എൻവയോൺമെന്റൽ സൈക്കോളജിയിൽ സ്റ്റഡികൾ നടന്നിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ റിസർച്ചുകൾ നടന്നിട്ടുള്ളത്. ആൻഡ് ദീസ് ത്രീ ഏരിയാസ് ഫോർ റിസർച്ച് ആർ വെരി മച്ച് ഇന്റർ റിലേറ്റഡ് ആൻഡ് ഇന്റർ ഡിപ്പെൻഡൻറ്റ്. സോ ഈ മൂന്നെണ്ണം എന്താണ്, വളരെ നമുക്ക് തന്നെ വായിച്ചു നോക്കിയാൽ ഏകദേശം സാമ്യം തോന്നുന്ന വാക്കുകളാണ്. ഓക്കെ, അതായത് ഓരോന്നും ബന്ധമുണ്ട്. സാമ്യം എന്നതിലുപരി ഓരോന്നും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബന്ധം തോന്നിപ്പിക്കുന്ന വാക്കുകളാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ പേഴ്സണൽ സ്പേസ് ആൻഡ് ടെറിട്ടോറിയൽ ബിഹേവിയർ. ഓക്കെ, സോ എന്തൊക്കെയാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ദ കൺസെപ്റ്റ് ഓഫ് പേഴ്സണൽ സ്പേസ് ആൻഡ് ടെറിട്ടോറിയൽ ബിഹേവിയർ ആർ ഇന്റർ റിലേറ്റഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇത് എല്ലാം ഇന്റർ റിലേറ്റഡ് ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ ദ ഡിഫറൻസ്: പേഴ്സണൽ സ്പേസ് ഈസ് പോർട്ടബിൾ, വെറാസ് ടെറിട്ടോറിയൽ റിലേറ്റീവ്ലി സ്റ്റേബിൾ ആൻഡ് സ്റ്റേഷനറി. സോ പേഴ്സണൽ സ്പേസ് എന്ന് പറഞ്ഞാൽ പോർട്ടബിൾ ആണ്, എങ്ങോട്ടും മാറ്റാൻ പറ്റുന്നതാണ്, മൊബൈലായി നടക്കുന്നതാണ്. പക്ഷേ ടെറിട്ടറി എന്ന് പറയുന്നത് എന്താണ്, സ്റ്റേബിൾ ആൻഡ് സ്റ്റേഷനറി, എങ്ങോട്ടും മാറ്റാൻ കഴിയുന്ന ഒരു സംഭവമല്ല. ഫോർ എക്സാമ്പിൾ, നമ്മളെ ഹൗസിൻ്റെ ഒരു ടെറിട്ടറി അല്ലെങ്കിൽ നമ്മളൊരു പെർട്ടിക്കുലർ ബൗണ്ടറി എന്നൊക്കെ പറയുന്ന ഏരിയ, അത് എങ്ങോട്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല, അത് ഹൗസിന് സെൻറ്റേഡ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. ബൗണ്ടറീസ് ഓഫ് പേഴ്സണൽ സ്പേസ് ആർ ഇൻവിസിബിൾ. അതായത് നമ്മൾ പേഴ്സണൽ സ്പേസിൻ്റെ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ഇൻവിസിബിൾ ആണ്, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. ബട്ട് ബൗണ്ടറീസ് ഓഫ് ടെറിട്ടറി ഡു നോട്ട്. പക്ഷേ ടെറിട്ടറിൻ്റെ അങ്ങനെയല്ല, നമുക്ക് എല്ലാവർക്കും വിസിബിൾ ആവുന്ന സംഭവമാണ്. ദെൻ പേഴ്സണൽ സ്പേസ് ഹാസ് ദ പേഴ്സൺസ് ബോഡി അറ്റ് ദ സെൻറ്റർ. സോ പേഴ്സൺസ് ബോഡിയാണ് എന്ത്, ദ സെൻറ്റർ ഓഫ് പേഴ്സണൽ സ്പേസ് എന്ന് നമ്മൾ പറയാറുള്ളത്. പക്ഷേ ടെറിട്ടറിൻ്റെ അങ്ങനെയല്ല. ആൻഡ് നാലാമത്തെ ഡിഫറൻസ് ആയി പറയുന്നത് ഇൻട്രൂഷൻ ഇൻ ടു പേഴ്സണൽ സ്പേസ്. ഒരു പേഴ്സണൽ സ്പേസിലേക്ക് ഒരു ഇൻട്രൂഷൻ നടന്നു കഴിഞ്ഞാൽ, ആരെങ്കിലും കടന്നു വന്നാൽ എന്ത് ചെയ്യും, നമ്മൾ തീരെ എക്സ്പെക്ട് ചെയ്യാത്ത ഒരാൾ കടന്നു വന്നാൽ നോർമലി ഒരു ഡിസ്കംഫോർട്ട് ഉണ്ടാവും. ആൻഡ് റിസൾട്ട്സ് എ വിഡ്രോഹൽ ടെൻഡൻസി. അതായത് അവിടെ നിന്ന് മാറിപ്പോ, നമുക്ക് അത്രക്ക് പരിചയമില്ലാത്തൊരു സ്ട്രേഞ്ചർ നമ്മളുടെ അത്രയും അടുത്ത് വന്ന് സംസാരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ പേഴ്സണൽ സ്പേസിലേക്ക് കടന്ന് അഭിപ്രായം പറയുകയൊക്കെ ചെയ്താൽ നമുക്കൊരു അൺഈസിനെസ് അനുഭവപ്പെടാറുണ്ട്. ബട്ട് ടെറിട്ടോറിയൽ എൻക്രോച്ച്മെന്റ്, അതായത് ടെറിട്ടറിയിൽ ഒരാൾ കയറുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, വേർബൽ ത്രെഡ്സ് ആയിരിക്കും അല്ലേ, നമ്മളുടെ അനുവാദം കൂടാതെ നമ്മളുടെ വീടിൻ്റെ അവിടെയോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ വേർബൽ ത്രെഡ്സ് വരാം. ആൻഡ് ദെൻ അത് ചിലപ്പോൾ എന്താവും, ഫിസിക്കൽ ഫൈറ്റിൽ തീരുകയും ചെയ്യാം. ഇങ്ങനെയൊക്കെ സംഭവിക്കാം. സോ ഇതാണ് പേഴ്സണൽ സ്പേസും അതേപോലെ തന്നെ ടെറിട്ടറിയും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. അടുത്തതായിട്ട് പേഴ്സണൽ സ്പേസ് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യണം. സോമറാണ് ഒരു ഡെഫിനിഷൻ ഇതിന് കൊടുത്തിട്ടുള്ളത്. പേഴ്സണൽ സ്പേസ് എന്ന് പറഞ്ഞാൽ അൻ ഏരിയ വിത്ത് ഇൻവിസിബിൾ ബൗണ്ടറീസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇൻവിസിബിൾ ബൗണ്ടറീസ് ആണ്. സറൗണ്ടിങ് എ പേഴ്സൺസ് ബോഡി, ഓൾറെഡി നമ്മൾ ഡിഫറൻസിൽ പറഞ്ഞു പേഴ്സൺ സെൻറ്റേഡ് ആയിട്ടാണെന്ന് പറഞ്ഞാൽ. ഇൻ ടു വിച്ച് ഇൻട്രൂഡേഴ്സ് മേ നോട്ട് കം, അതായത് മറ്റുള്ളവർ ഇതിലേക്ക് വരാൻ നമ്മൾ താല്പര്യപ്പെടാത്ത ആ ഒരു ഏരിയ എന്നുള്ളതാണ് സോമർ പേഴ്സണൽ സ്പേസിനെ ഡിഫൈൻ ചെയ്തത്. ദെൻ പേഴ്സണൽ സ്പേസിനെ കുറിച്ചിട്ട് നമ്മൾ ഇതേപോലെ ഡിഫറൻസ് പറഞ്ഞ പോലെ തന്നെ കുറേ ക്രിറ്റിസിസംസും ഉണ്ടായിരുന്നു. സോ അതിലൊരു മെയിൻ 3 ക്രിറ്റിസിസംസ് ആണ് പറയുന്നത്. അതായത് നമ്മൾ പേഴ്സണൽ സ്പേസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അന്ന് ഉണ്ടായിരുന്ന ക്രിറ്റിസിസംസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ആണ്, പേഴ്സണൽ സ്പേസ് ഇംപ്ലൈസ് സ്റ്റെബിലിറ്റി വൈൽ ഇൻ ഫാക്ട് ഇറ്റ് സ്ട്രെച്ചസ് ആൻഡ് ഷ്രിങ്ക്സ് വിത്ത് എൻവയോൺമെന്റൽ സർക്കംസ്റ്റൻസ് ആൻഡ് റിലേഷൻഷിപ്സ്. ആക്ച്വലി പേഴ്സണൽ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റെബിലിറ്റി എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അത് സ്റ്റേബിൾ അല്ല. അത് എന്ത് ചെയ്യും, എൻവയോൺമെന്റിന് സർക്കംസ്റ്റൻസിനനുസരിച്ചിട്ട് മാറും അല്ലേ, റിലേഷൻഷിപ്പിനനുസരിച്ച് മാറും. പേഴ്സണൽ സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് തീരെ താല്പര്യമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ പോലും, പക്ഷേ നമ്മളെ ചുറ്റുപാടിനനുസരിച്ച് വേണമെങ്കിൽ ഒരു ലിഫ്റ്റിൽ കയറുമ്പോൾ നമുക്ക് പരിചയമില്ലാത്ത ഒരുപാട് ആൾക്കാർ നമ്മളെ വളരെ അടുത്ത് നിൽക്കും. പക്ഷേ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിലും അത് അത്ര വലിയൊരു പ്രശ്നമാക്കി നമ്മൾ എടുക്കാറില്ല. അത് ഓരോ എൻവയോൺമെന്റിനനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങൾ വരുന്നതാണ്. സോ അതിലൊക്കെ സ്റ്റഡി നടക്കണമെന്നാണ് ഇതിനെ ക്രിറ്റിസൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ ദ പേഴ്സണൽ സ്പേസ് കൺസെപ്റ്റ്സ് place heavy emphasis on distance and clearly exclude the various aspects involved
സോഷ്യൽ ഇൻട്രാക്ഷൻ ലൈക്ക് ഐ കോണ്ടാക്ട്. ഡിസ്റ്റൻസ് ആണ് ഏറ്റവും കൂടുതൽ പേഴ്സണൽ സ്പേസിൽ നടന്നിട്ടുള്ള സ്റ്റഡീസ്. സോഷ്യൽ ഇൻട്രാക്ഷനെ പറ്റിയിട്ടൊന്നും അധികം സ്റ്റഡി നടന്നിട്ടുണ്ടായിരുന്നില്ല. Then the concept of personal space exists only when interaction with others is involved, and thus the concept of personal space is interpersonal rather than personal. ആക്ച്വലി ഇന്റർപേഴ്സണലിനെ കുറിച്ചാണ് കൂടുതലായിട്ടും പേഴ്സണൽ സ്പേസ് സംസാരിച്ചിട്ടുള്ളത്. സോ അത് പേഴ്സണൽ അല്ല, ഇന്റർപേഴ്സണൽ ആണെന്നാണ് ഒരു പെർട്ടിക്കുലർ റിസർച്ചേഴ്സിന്റെ വാദം. ഓക്കെ, then functions of personal space. Functions of personal space ആണ് പറയുന്നത്. So first one, guiding notion regarding the functions of personal space is related to appropriate interpersonal spacing. So correct ആയിട്ട് ഒരു interpersonal spacingനെ കുറിച്ചിട്ടാണ് ഇത് പറയുന്നത്. And invention of personal space result from inappropriate interpersonal distance produce more than one adverse consequence like stress, anxiety and improper communication. സോ ആ പേഴ്സണൽ സ്പേസ് കടന്ന് മറ്റാരെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഈ പറഞ്ഞ സ്ട്രെസ്, ആൻസൈറ്റി, ഇംപ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ പോലുള്ള സംഭവങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ആൻഡ് ദെൻ mechanism of communication and can be understood completely with other aspects of non-verbal communication such as orientation, touch, eye contact. നമുക്ക് പേഴ്സണൽ സ്പേസ് ഓരോരുത്തരും മറ്റൊരാൾ നമ്മളുടെ പേഴ്സണൽ സ്പേസിൽ നിൽക്കാൻ ആർക്കൊക്കെയാണ് ലൈക്ക് ചില ആളുകൾക്ക് മാത്രമേ നമ്മളെ പേഴ്സണൽ സ്പേസിൽ നിൽക്കാനുള്ള ഒരു അനുമതി ഉണ്ടാവുള്ളൂ, എല്ലാവർക്കും ഉണ്ടാവില്ല. സോ അതൊക്കെ വെച്ച് അവരുടെയൊക്കെ നമ്മളുടെയൊക്കെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, നോൺ വെർബൽ ക്യൂസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ എന്തൊക്കെയാണ് എന്നുള്ളത്. ദെൻ ഹെയ്ദർ എൻടൈറ്റിൽഡ് വൈൽഡ് അനിമൽസ് ഇൻ ക്യാപ്റ്റിവിറ്റി were identification of 4 distinct personal zones. വൈൽഡ് അനിമൽസിൽ ഹെയ്ദർ എന്തുണ്ടായിരുന്നു? 4 പേഴ്സണൽ സോൺസ് ആണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദിസ് സോൺസ് ലേബിൾഡ് ആസ് ഫ്ലൈറ്റ് ഡിസ്റ്റൻസ്, ക്രിട്ടിക്കൽ ഡിസ്റ്റൻസ്, പേഴ്സണൽ ഡിസ്റ്റൻസ് ആൻഡ് സോഷ്യൽ ഡിസ്റ്റൻസ്. ഇത് അനിമൽസിലുള്ള ഒരു പേഴ്സണൽ സ്പേസ് വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഹ്യൂമൻ ബീങ്സിനും ഇതേപോലെ തന്നെ 4 ടൈപ്പ് പേഴ്സണൽ സ്പേസുകളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കും. ആൻഡ് ദീസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് പേഴ്സണൽ സ്പേസ്. ആൻഡ് ഹിയർ the work of Heather stimulated Hall who developed a inside framework of proxemics. So അടുത്തൊരു സംഭവമാണ് പറയുന്നത് proxemics എന്ന് പറഞ്ഞാൽ. proxemics എന്ന് പറഞ്ഞാൽ it's emphasize the ways of relating to people and active involvement in management of space to attain desired level of interpersonal interaction with others. നമ്മൾ ഓരോരുത്തരും മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ആ സ്പേസിൻ്റെ മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് പ്രോക്സിമിക്സ് പറയുന്നത്. നമുക്ക് ഓൾറെഡി പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മൾ ജസ്റ്റാൾഡിൽ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ അടുത്തുള്ളത് എന്നുള്ളതിനെയാണ് നമ്മൾ പ്രോക്സിമിക് എന്ന് പറയാറുള്ളത്. ആൻഡ് ദ ഇന്റർപേഴ്സണൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇൻട്രാക്ടിങ് പാർട്ടീസ് ഈസ് ഹെൽപ്ഫുൾ ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ നേച്ചർ ആൻഡ് ലെവൽ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം. ആക്ച്വലി ദിസ് ആൾസോ ഫംഗ്ഷൻ ആണ് കേട്ടോ, ഫംഗ്ഷൻ്റെ ബാക്കിയാണത്. അതായത് രണ്ടുപേര് തമ്മിലുള്ള അല്ലെ ആളുകൾ തമ്മിലുള്ള ആ ഒരു സ്പേസ് കണ്ടാൽ തന്നെ നമുക്ക് അവർ തമ്മിലുള്ള ഒരു റിലേഷനെ പറ്റിയുള്ള ഐഡിയ കിട്ടും. ആൻഡ് ദെൻ അവർ റിലേഷൻഷിപ്പ് വിത്ത് other person involved and the society and culture to which we are accustomed. In essence, we use personal space to communicate our relationship with others, to protect our territory and to generally regulate our interaction with others. So ഇതൊക്കെ നമ്മൾ ഫങ്ഷൻസിൻ്റെ അണ്ടറിൽ പറയുന്നതാണ്, ഓൾറെഡി നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ഓക്കെ, സോ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഹാൾ പ്രപ്പോസ് ദ യൂസ് ഓഫ് 4 പേഴ്സണൽ സോൺസ് ഇൻ സോഷ്യൽ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്. ഇറ്റ്സ് ഇൻട്രാക്ഷൻ, ഓക്കെ സോറി മിസ്റ്റേക്ക് വന്നതാണ്. സോഷ്യൽ ഇൻട്രാക്ഷൻ എന്നുള്ളതാണ് അത്. സോഷ്യൽ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ആൻഡ് ഈച്ച് ഓഫ് വിച്ച് ക്യാൻ ബി സബ്ഡിവൈഡ് ഇൻ ടു നിയർ ആൻഡ് ഫാർ. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ 4 സോൺ ആക്കിയിട്ട് ഹാൾ എന്ത് ചെയ്തു, നമ്മളുടെ പേഴ്സണൽ സോണ് തിരിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഇന്ന് ഇല്ലുസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഫിഗറിൽ. 4 സോണായിട്ട് ഇല്ലുസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത് നമ്മളാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സോൺ, നമ്മളുടെ ഏറ്റവും ഇൻറ്റിമേറ്റ് സോണിൽ ഒരാളുണ്ടാവും. ദെൻ മറ്റൊരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു സോൺ ഉണ്ടാവും. ആൻഡ് ദെൻ അടുത്തത് ഒരു എന്താ പറയുക സോഷ്യൽ ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും. ദെൻ പബ്ലിക് ഡിസ്റ്റൻസ് ഉണ്ടാവും. ഇങ്ങനെ പലതായിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, സോ നമ്മളിൽ നിന്ന് എത്രത്തോളം അകലത്തിലാണ് അടുത്താണ് ആൾ എന്നുള്ളതിനനുസരിച്ചിട്ട്
ആളും നമ്മളും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടാവും അല്ലേ, ആർക്കാണ് നമ്മളുടെ പേഴ്സണൽ സോണിൽ വരാൻ പറ്റുക എന്നുള്ളതൊക്കെ. സോ നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും ഫസ്റ്റ് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് ഇൻറ്റിമേറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പേഴ്സണൽ സോണിൽ ഫസ്റ്റ് സോണാണ് ഇൻറ്റിമേറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ദ ഇന്റർപേഴ്സണൽ ഡിസ്റ്റൻസ് റേഞ്ച് ഫ്രം 0 to 18 inches. 0 മുതൽ 18 ഇഞ്ചസ് എന്നാണ് പറഞ്ഞത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡിസ്റ്റൻസിനെ കുറിച്ചിട്ട് ഇവർ ഏറ്റവും കൂടുതലായിട്ട് റിസർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നത്. സോ ആ പറയുന്ന ഒരു ഇതാണ് 18 ഇഞ്ച് വരെ ദൂരത്തിൽ നിൽക്കുന്ന ആളുകൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് സോ നമ്മളുടെ അത്രയും ഭയങ്കര ബന്ധമുള്ള ആളുകൾ, നമ്മളുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ള ആളുകളൊക്കെ എന്ത് ചെയ്യാറുള്ളൂ, അത്രയും അടുത്ത് നിൽക്കാറുള്ളൂ എന്നാണ് പറയുന്നത്. ആൻഡ് എ ടിപ്പിക്കൽ ബിഹേവിയർ അറ്റ് ദിസ് ഡിസ്റ്റൻസ് ഈസ് വെരി ലോ ലെവൽ ഓഫ് വോയിസ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് ഓൾ ഡിസ്റ്റിങ്ക്വിഷ് ബിഹേവിയർ നിയർ സിറ്റുവേഷൻ റിക്വയറിങ് ബോഡി കോൺടാക്ട്. നമ്മൾ പറഞ്ഞ മാതിരി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ബോഡി കോൺടാക്ട് ഉണ്ടായിരിക്കും. ഫോർ ഡിസ്റ്റൻസ് വിച്ച് റിക്വയർസ് ബീങ് വെരി ക്ലോസ് ബട്ട് നോട്ട് ഇൻ കോൺടാക്ട്. The distinction in artificial because the contact depends on various aspects of social and physical settings. ഓക്കെ, സോ അതിനനുസരിച്ചിട്ട് ആ പേഴ്സണൽ സ്പേസ് അവർ കീപ്പ് ചെയ്യുന്നുള്ള ഒരു വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, സോ ഫസ്റ്റ് വൺ ആണ് ഇൻറ്റിമേറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ പേഴ്സണൽ ഡിസ്റ്റൻസ്. ഓക്കെ, പേഴ്സണൽ ഡിസ്റ്റൻസ്. സോ പേഴ്സണൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1.5 to 4 feet വരെ. ഓക്കെ, അത്രയും ദൂരമാണ് പറയുന്നത്. നമ്മൾ നേരത്തെ കാണിച്ചതിൽ രണ്ടാമത്തെ സോണായിട്ടാണ് വരിക. ആൻഡ് വിത്തിൻ ദിസ് പേഴ്സണൽ ഡിസ്റ്റൻസ് സോൺ എ ക്ലോസ് ഫ്രേസ് ഈസ് യൂസ്ഡ് ഫോർ ഗുഡ് ഫ്രണ്ട്സ് ഓർ കപ്പിൾസ്. എ ഫാർ ഫ്രേസ് ഓഫ് ഇന്റർപേഴ്സണൽ ഡിസ്റ്റൻസ് ഈസ് യൂസ്ഡ് ഫോർ ഫ്രണ്ട്സ് ആൻഡ് അക്വൻറ്റൻസ്. നമ്മൾ നോർമലി ഫ്രണ്ട്സും അതേപോലെ പരിചയക്കാരും എന്നുള്ളതൊക്കെ പേഴ്സണൽ ഡിസ്റ്റൻസിലാണ് ഉണ്ടാവുക. ഇൻറ്റിമേറ്റ് ഡിസ്റ്റൻസിൽ നമ്മൾ അത്ര ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ആളുകളും, പേഴ്സണൽ ഡിസ്റ്റൻസിൽ നമ്മുടെ ഫ്രണ്ട്സ് അതേപോലെ തന്നെ നമുക്ക് പരിചയമുള്ള ആളുകളൊക്കെയാണ് നോർമലി ഉണ്ടാവാറുള്ളത്. ക്ലാസ്മേറ്റ്സ് യൂഷ്വലി ഇൻട്രാക്ട് ഇൻ ദ ഫാർ ഫേസ് ഓഫ് പേഴ്സണൽ സ്പേസ് ഡിസ്റ്റൻസ്. ഓക്കെ, സോ പേഴ്സണൽ സ്പേസിലാണ് നമ്മളെ ക്ലാസ്മേറ്റ്സ് ഒക്കെ ഉണ്ടാവിരിക്കുക. മൂന്നാമത്താണ് സോഷ്യൽ ഡിസ്റ്റൻസ്. സോഷ്യൽ ഡിസ്റ്റൻസ് പറഞ്ഞാൽ 4 to 12 feet വരെ വ്യത്യാസം ഉണ്ടാവുന്ന പറഞ്ഞത്. ഓക്കെ, ബിസിനസ് ഡിസ്റ്റൻസ് ഒന്നും പറയാറുണ്ട്. ഇറ്റ്സ് എ ട്രാൻസാക്ഷൻ ആർ ഫോർമൽ ബിറ്റ്വീൻ പീപ്പിൾ ഹു ആർ നോട്ട് വെൽ അക്വൈൻറ്റഡ് ഓർ ബിസിനസ് റെപ്രസെൻറ്റേറ്റീവ്സ് ആൻഡ് ദ ലെവൽ ഓഫ് വോയിസ് ഈസ് ലൗഡർ. അതായത് നമുക്ക് അത്രക്ക് ബന്ധമില്ലാത്ത ആളുകളുമായിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്നതാണ് സോഷ്യൽ ഡിസ്റ്റൻസ് പറഞ്ഞത്. ഇപ്പം നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് നോർമലായിട്ട് എപ്പോഴും ചെയ്യുന്നതാണ് അല്ലേ. ആൻഡ് in contrast, the far distance would be reserved for more formal business transaction or process, and the near distance would be used those being introduced or for informal business transaction. അതൊരു ബിസിനസ് ട്രാൻസാക്ഷൻ വെച്ചിട്ട് പറയുന്നതാണ് നോർമലി സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറഞ്ഞാൽ. നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതായിരുന്നു നമ്മളെ പരിചയക്കാരോ ഫ്രണ്ട്സോ അല്ലാത്ത ബാക്കിയുള്ള ബന്ധങ്ങൾ, നമ്മളെ പ്രൊഫഷണൽ ആയിട്ടുള്ള ബന്ധങ്ങളാവാം, മറ്റുള്ള കാര്യങ്ങളൊക്കെ അവരുമായിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ ഇതാണ്. ഇപ്പോൾ നമ്മൾ സൈക്കോളജിസ്റ്റുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് ആയിരിക്കും നമ്മളെ ക്ലയൻറ്റുമായിട്ട് എപ്പോഴും കീപ്പ് ചെയ്യാറുള്ളത്. വളരെ അടുത്തിരിക്കില്ല, അത് ഇൻറ്റിമേറ്റ് ഉള്ളതാണ്. പേഴ്സണൽ സ്പേസിലിരിക്കില്ല, അത് സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും. നമ്മൾ അവരുമായിട്ട് റാപ്പോ ആണ് ക്രിയേറ്റ് ചെയ്യാറുള്ളത്, പ്രൊഫഷണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുള്ളത്. അടുത്തത് ആൻഡ് ലാസ്റ്റ് വൺ പബ്ലിക് ഡിസ്റ്റൻസ്. ഏറ്റവും ഔട്ടർ മോസ്റ്റിൽ നിൽക്കുന്നതാണ്. ദ ഡിസ്റ്റൻസ് ഓൺ എക്സ്റ്റെൻഡ് ബിയോണ്ട് 12 feet, 12 ഫീറ്റിൻ്റെ അപ്പുറത്തേക്കാണ് നിൽക്കുക. ആൻഡ് ദിസ് ഡിസ്റ്റൻസ് ഈസ് മെയിൻറ്റെയിൻ ബിറ്റ്വീൻ സ്പീക്കർ ആൻഡ് പബ്ലിക്. നോർമലി പബ്ലിക് സ്പീക്കുമ്പോൾ അവർ തമ്മിലുള്ള വ്യത്യാസം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ലെക്ചർ, ഒരു സാറും കുട്ടികളും തമ്മിൽ, അല്ലെങ്കിൽ ടീച്ചറും കുട്ടികളും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ഫോർമൽ കേസിൽ പറയുന്നതാണ്. പബ്ലിക് മീറ്റിംഗ്സ് ഓഫ് ലീഡേഴ്സ് ആൻഡ് ദ ലെവൽ ഓഫ് വോയിസ് ഈസ് ആംപ്ലിഫൈഡ്. ഭയങ്കര ഹൈ ആയിരിക്കും നമ്മൾ വോയിസ് യൂസ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ ഇതാണ് ഹാൾ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്ത 4 ടൈപ്പ് ഓഫ് പേഴ്സണൽ സോൺസ്. ഓക്കെ, പേഴ്സണൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 ഇൻറ്റിമേറ്റ്, പേഴ്സണൽ, സോഷ്യൽ ആൻഡ് പബ്ലിക് ഡിസ്റ്റൻസ് 4. സോ ഇത്രയുമാണ് പേഴ്സണൽ സ്പേസിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ. ആൻഡ് ഐ ആം സ്റ്റോപ്പിംഗ് ദിസ് ഹിയർ. കാരണം കുറച്ച് ലോങ് വീഡിയോ ആയതുകൊണ്ട് കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനിത് 2 പാർട്ടാക്കി തിരിക്കുകയാണ്. പേഴ്സണൽ സ്പേസ് എന്നുള്ളത് 2 പാർട്ടാണ്. ആൻഡ് ദിസ് ഈസ് ദ എൻഡ് ഓഫ് ഫസ്റ്റ് പാർട്ട്. ആൻഡ് നമ്മൾ അടുത്ത പാർട്ടിൽ മെഷർമെൻറ്റ് ഓഫ് പേഴ്സണൽ സ്പേസ് എന്നും തിയറട്ടിക്കൽ ഓറിയൻറ്റേഷൻ എന്നും പറഞ്ഞിട്ടുള്ള മറ്റു ടോപ്പിക്കുകളും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.